ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് ഇന്ന് കേരളത്തിലെ സഹകരണ മേഖലയിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ബാങ്കാണ്. അവിടുത്തെ അന്നത്തെ ഭരണസമിതി 180 കോടി രൂപ ആ ബാങ്കിൽ നിന്നും ഊറ്റിയെടുത്തു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഡെപ്പോസിറ്റേഴ്സിന് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്തിട്ടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ നേതൃത്വത്തിൽ അത് കൊടുത്തു തീർക്കാതെ തന്നെ സർക്കാർ പ്രത്യേക താല്പര്യം കാണിച്ചോ എന്ന് സംശയിക്കുമാറ് അവിടെ ഇലക്ഷൻ നടക്കുകയും എം പിയും എം എൽ എയും ഒക്കെ ഇതിൻ്റെ സൂചിമുനയിൽ നിൽക്കുമ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുകയും അവിടെ വീണ്ടും ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് നമ്മളിന്ന് ഈ വിഷയം മറ്റൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വിഷയം നിക്ഷേപങ്ങൾക്കൊപ്പം ജീവനും ഭീഷണിയാകുന്നു എന്ന തിരിച്ചറിവ്. കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണം കൊണ്ടൊന്നും കേരളത്തിലെ നേതൃത്വം പഠിക്കുന്ന ലക്ഷണമില്ല. PP ദിവ്യ പോലെയുള്ള കാണിക്കുന്ന ധാർഷ്ട്യം ഇപ്പോഴും കേരളത്തിലെ നേതൃത്വങ്ങൾ തുടരുന്നു എന്നതാണ് ഇടുക്കി കട്ടപ്പന സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക തിരിച്ചു ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇടുക്കി കട്ടപ്പന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിയും സഹകരണ മേഖലയിലെ സഹകരണ ബാങ്കിലെ സെക്രട്ടറിയുടെയും മറ്റു തര ജീവനക്കാരുടെയും മോശമായതും പരിഹാസം നിറഞ്ഞതുമായ പെരുമാറ്റവും ഇതൊക്കെ കൊണ്ട് സാബു എന്നൊരു സഹകാരി ആത്മഹത്യ ചെയ്യും. ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുക എന്നത് ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളിൽ ഒന്നാണ്. സ്വന്തം തുക ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ചോദിച്ചതിന് നിക്ഷേപകനെ അപഹാസ്യമാക്കി അവിടുത്തെ ജീവനക്കാർ പ്രതികരിക്കുക എന്നതും ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ സംരക്ഷണ മേഖലയിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നത് ഏറെ വിചിത്രമായി തോന്നാം. നേതൃത്വത്തിന് ആവർത്തിക്കുന്ന ഇത്തരം അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കാരണമായി പറയാനുള്ളത് നേതൃത്വത്തിന് വേണ്ടി കൊല നടത്താനും ന്യായീകരണം നടത്താനുമൊക്കെ അനുയായി വൃന്ദങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ലോകത്തൊരിടത്തും കാണാത്തത്ര നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലുണ്ട് എന്നത് തന്നെയാണ്. നേതൃത്വത്തിൻ്റെ എല്ലാ ചെറ്റത്തരങ്ങളെയും ന്യായീകരിക്കാനും കൊലവിളി നടത്താനും വേണ്ടി വന്നാൽ കൊലയും നടത്താനും ലോകത്തൊരിടത്തും കാണാത്തത്ര രാഷ്ട്രീയ അടിമകൾ കേരളത്തിലുണ്ട് എന്നത് തന്നെയാണ്. സ്വന്തം വിയർപ്പിന്റെ ഫലമായി ലഭിച്ച നിക്ഷേപങ്ങൾ ആവിയായി പോകുന്നു എന്ന തിരിച്ചറിവിനിടയിലാണ് ജീവൻ തന്നെ നേതൃത്വത്തിന്റെ ഭീഷണിയിലാണ് എന്നുകൂടി തിരിച്ചറിയുന്നത്. നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ ജീവനക്കാരുടെ പരിഹാസത്തിനു കൂടി നിന്നു കൊടുക്കേണ്ടി വരുന്നിടത്ത് എവിടെയാണ് ജീവനും സ്വത്തിനും സുരക്ഷ എന്ന് സംസ്ഥാനത്തെ സഹകരണ മേഖലയിലുള്ള സഹകാരികൾ മാത്രമല്ല സംസ്ഥാനം മൊത്തമായി ഈ ചോദ്യം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.